ഹലോ, അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ തമ്മയിൽ കണ്ട പോലെ തന്നെ നമുക്ക് മാസത്തില് ചില മാസത്തില് 30 ദിവസമുണ്ട്, ചില മാസത്തില് 31, ചില മാസം ഒരു മാസം 28 അല്ലെങ്കിൽ 29 ദിവസമുണ്ട്. ഇത്രയും ദിവസത്തിൽ ഞാൻ 31 തന്നെ എടുക്കാം. 31 ദിവസമുള്ള ഒരു മാസത്തില് 5 ദിവസം നമുക്ക് ഒരു സ്പെഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഈ തമ്മയിൽ പറഞ്ഞ പോലെ തിരക്കുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ 5 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി വെക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം കുട്ടികളും പിന്നെ പുറത്ത് ജോലിക്ക് പോകുന്നവരും വീട്ടിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളവരും അവർക്കൊക്കെ എപ്പോഴും പണിയോട് പണിയായിരിക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് 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 അവനവന് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സമയം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും, അല്ലാത്തവരും വീഡിയോ കണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ആ 31 ദിവസമുള്ള ഒരു മാസത്തില് 5 ദിവസം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ച് നോക്ക്. അടിപൊളിയായിരിക്കും. ഇപ്പൊ ചോദിക്കും, ഓ ബെസ്റ്റ്, ഇവിടെ ദിവസത്തില് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാനില്ലേ, അപ്പോഴാണ് മാസത്തിൽ 5 ദിവസം എന്നാണ്. നമ്മളത് പറയുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ സിമ്പിളാണ്. നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അവനവന് വേണ്ടിയിട്ടും അവനവന്റെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ശാന്തമാക്കാനും ഒന്ന് റീചാർജ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസ്റ്റ് ഡേ. ആ എങ്ങനെ ഇരിക്കണം, ഇതാണോ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. സീരിയസ്ലി റെസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര മസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടി വി നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ആ സാധനം ഓൺ ചെയ്ത് വെച്ചാൽ അതിന്റെ പിറകിൽ നല്ല രീതിക്ക് ചൂടൊക്കെ പിടിച്ചിട്ട് ആ സാധനം അതിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ഈ സംഭവം അടിച്ചു പോകും അല്ലേ? നമ്മളും അതുപോലെ തന്നെയല്ലേ? ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മൗലികാവകാശങ്ങളിൽ അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റിക്വസ്റ്റ് കൊടുക്കാല്ലേ? അത് വേണം. കാരണം ഇടയ്ക്ക് ഈ ഒരു റെസ്റ്റ് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മളുടെ മനസ്സ്, ശരീരം മുതലായ സംഭവങ്ങൾ ഒന്ന് കാമായിട്ട് സമാധാനപരമായിട്ട് റീചാർജ് ആയി ഒന്നും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ആക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും, ഒരു ദിവസത്തിൽ 5 മിനിറ്റ് പോലും എനിക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല, അപ്പോഴാണ് ഒരു ദിവസം മൊത്തത്തിൽ വെറുതെ ഇരിക്കാൻ വേണ്ടി പറയുന്നത്. അതത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കും. കാരണം നമ്മളിപ്പോ പറയും വീട്ടമ്മമാർക്ക് മറ്റുള്ളവർക്കൊക്കെ സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹർത്താൽ വരുമ്പോൾ ഓഫ് ഉണ്ടാവും. പക്ഷെ വീട്ടമ്മമാർക്ക് ഈ പറഞ്ഞ സംഗതികളൊന്നും ബാധകമില്ലാണ്. അവരെപ്പോഴും പിന്നെ റിട്ടയർമെന്റ് പോലും ഇല്ലാണ്ടാണ് ഈ ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറയും. അപ്പൊ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുക. ഏറ്റവും ബെസ്റ്റ് സമയം എന്താണെന്ന് അറിയും? നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്ന ഒരു ദിവസം. നമുക്ക് ചിലവർക്ക് പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയിരിക്കും. ചിലവർക്ക് ചിലപ്പോൾ പീരീഡ്സ് ആവണേക്കാട്ടിലും 2 ദിവസം മുന്നായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ. പീരീഡ്സ് വന്നു കഴിയുമ്പോൾ അവർക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ശരീര പ്രകൃതി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഈ പീരീഡ്സ് വരുന്ന സമയങ്ങളിൽ നമ്മൾക്ക് എപ്പോഴാണോ ബുദ്ധിമുട്ട് കൂടുതലുള്ള ഒരു ദിവസം ഉണ്ടായിരിക്കില്ലേ, ആ ദിവസം നമ്മൾ ചൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്യാം. പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ കുറേ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച്, അല്ലെങ്കിൽ പീരീഡ്സ് ആവാൻ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിൽ നിന്ന് തോന്നും, ഓക്കെ എനിക്കൊരു ബ്രേക്ക് വേണം, എനിക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ, അതങ്ങനെ തോന്നല് വരാൻ കാരണം നമ്മൾ അത്രമേ തന്നെ പണിയെടുത്തിട്ട് ടയേർഡ് ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു തോന്നല് വരിക. മടിച്ചുകളല്ല ഞാൻ ഉദ്ദേശിച്ചേ. ചില മടിച്ചുകൾ എപ്പോഴും റെസ്റ്റ് എടുക്കാൻ തോന്നും, അങ്ങനെയുള്ളവരല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ എടുക്കുക. കാരണം ഈ പീരീഡ്സിന്റെ ഇടയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി നമ്മൾ വീക്കായിരിക്കും അല്ലേ? നമ്മൾ വയറുവേദന, അങ്ങനത്തെ പല ബാക്ക് പെയിൻ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഓൾറെഡി വീക്കായിരിക്കും. അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുക. പക്ഷേ ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലവർക്ക് തോന്നും, പണ്ടത്തെ ഉള്ള ആൾക്കാർക്ക് തോന്നില്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്താ പറയാ, എല്ലാത്തിനും ഭയങ്കര ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരിക്കും. പക്ഷെ പണ്ടത്തെ ആൾക്കാരുടെ ജീവിതരീതിയും നമ്മുടെ ജീവിതരീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അത്ര ആരോഗ്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണം, അവരും റെസ്റ്റ് എടുക്കണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാം. ഈ റെസ്റ്റ് എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാം. ചുമ്മാ സോഫയിൽ ഇങ്ങനെ ചുറയും കുത്തിയിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം ചുമ്മാ പുറത്ത് എവിടെയെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവര്, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളവർ അത് ചെയ്യാം. അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ
നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഭയങ്കര റിലാക്സ് ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ തോന്നും. അപ്പൊ ഇതുപോലെ അവനവന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താത്ത അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാത്ത ആൾക്കാർ ഈ മാസം തീരാനായി. ഓക്കെ, അടുത്ത മാസത്തിൽ നിങ്ങൾ ഈ പറയുന്ന 5 കാര്യങ്ങളുണ്ടല്ലോ, അടുത്ത മാസം നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കാം. അന്ന് ഞാനിവിടെ ഒന്നും ചെയ്യൂല. ഒരു ദിവസം 30 ദിവസം നമ്മൾ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം ആരെങ്കിലും ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലേ? നെക്സ്റ്റ് വൺ എന്താണെന്ന് അറിയാമോ? ക്രിയേറ്റീവ് ഡേ. അതായത് രമണ, നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അല്ലെ? ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള, ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ, കഥ എഴുതാൻ, പാട്ട് എഴുതാൻ, പെയിന്റ് ചെയ്യാൻ, ഈവൻ കുക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഈ കുക്കിംഗ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ക്രിയേറ്റിവിറ്റി ആയിട്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇതുപോലത്തെ കലകളെ പുറത്തെടുക്കാനുള്ള ഒരു ദിവസമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം. ഇതിപ്പോ എന്തിനാന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ നമ്മളുടെ ഈ കുപ്പിയില് ഫാബ്രിക് പെയിന്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് അടിച്ചു വെക്കാറുണ്ട്. വലിയ കലയായിട്ട് എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട്, അതായത് ബിഗിനറിന് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തേടി പിടിച്ചിട്ട് ഞാൻ നാട്ടിലാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താൽക്കുലത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പേപ്പർ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതൊക്കെ ചെയ്ത് കഴിയുമ്പോ ഉണ്ടല്ലോ, അത് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. വാവ്, ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്തേ എന്നുള്ള ഒരു സംഭവം വരും. അത് നമുക്ക് വരുമ്പോ സത്യമായിട്ടും നമുക്ക് നമ്മോട് തന്നെ ഒരു ഞാൻ കൊള്ളാലോ അങ്ങനത്തെ ഒരു സാധനം വരും. അത് നമ്മളുടെ ഉണ്ടല്ലോ കോൺഫിഡൻസ്, നമ്മളുടെ ഹാപ്പിനെസ്, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ വീട്ടിലെ ജോലി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. എക്സ്ട്രാ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ കൂടെ അതും കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഡെയിലി റുട്ടീനായിട്ട് ഇതേപോലെ ഒരു റോബോട്ട് പോലെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾക്ക് സീരിയസ്ലി മടുക്കും. പക്ഷെ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സമയം കണ്ടെത്താം. അതൊരു ഫുൾ ഡേ വേണമെന്നൊന്നുമില്ല, കുറച്ച് സമയം നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ഒരു എനിക്കൊക്കെ സീരിയസ്ലി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചിന്തിക്കുന്നതിന് ഇതായിരിക്കും. എനിക്കൊരു ഗ്ലാസ്സിൽ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ ലോകം കീഴടക്കിയ പോലത്തെ സന്തോഷമാണ് ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറ്. എന്റെ വീട്ടില് നമ്മുടെ ലിവിംഗ് റൂമിന്റെയും നമ്മുടെ എന്താ പറയാ ഡൈനിങ് ടേബിളിലോട്ടേക്ക് ഇങ്ങനെ ഒരു ആർച്ച് ഉണ്ട്. ആ ഒരു ആർച്ചിൽ ഞാൻ പേപ്പർ വെച്ചിട്ട് ഒരു പൂക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇത് കൊള്ളാലോ, അവിടെ ഞാൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ, എന്റെ അപ്പൻ അത് ചെയ്യില്ല എന്നറിയാം. അപ്പൊ നീയാണോ അത് ചെയ്തേ, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ആ ഒരു സാധനം ഇല്ലേ, അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പാക്കും. അപ്പൊ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്നും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി നോക്കും. ഭയങ്കര സന്തോഷമാണ്. അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് നൊറിഷ് ഡേ അല്ലെങ്കിൽ സെൽഫ് കെയർ. അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം. ഇത് ഞാൻ പറഞ്ഞ് അടുത്ത സംഗതിയാണ്. എന്റെ വീഡിയോസിൽ 100 പകുതി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാം. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതിയില്ലേ, സെയിം സാധനം തന്നെയാണ് നമ്മൾ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആ ദിവസം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ സെൽഫ് കെയർ ഒക്കെ ചെയ്യുക. മുഖത്തും കയ്യിലും കാലിലും തലയിലും ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി പൊത്തി അങ്ങനെ വെക്കുക. അതൊക്കെ വാരി പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്ക് ഇപ്പൊ ചില ഫേസ് പാക്ക് ഒക്കെ നമ്മൾ ഇടൂലേ, ചില ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും. ചിലപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചുവന്നിരിക്കും. കൊള്ളാല്ലേ, ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ അത് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സെക്കൻഡിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ഭയങ്കര രസമാണിത്. കാരണം ഈ സെൽഫ് കെയർ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മോട് തന്നെ ഒരുപാട് ഇഷ്ടമുള്ളപ്പോൾ, അതായത് നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ അടിപൊളിയായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും ഒരു സെൽഫ് കെയർ ചെയ്യുക. ഒരുപാട് പേര് കല്യാണത്തിന് മുൻപ് ഈ വക പറഞ്ഞ സംഗതികളൊക്കെ ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ട് അവർ ഇതൊക്കെ നിർത്താറുണ്ട്. അപ്പൊ അവര് പറയും, ഓ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നുള്ളൊരു തോട്ടാണ് അവർക്ക്. പക്ഷെ സീരിയസ്ലി
നമ്മള് മറ്റു സിനിമയിലില്ലേ, നമ്മുടെ ജനാർദ്ദനൻ സാറ് പറയൂലേ, എന്താണ് നമുക്ക് എന്താ വേണ്ടത്, എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗില്ല, ആ ഡയലോഗ് ഞാൻ മറന്നുപോയി. അതേപോലെ തന്നെ ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ ടു സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മോട് തന്നെ ഉള്ള ഇഷ്ടത്തിന്റെ ഒരു 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 സിമ്പലാണ് നമ്മൾ ചെയ്യുന്ന ഈ സെൽഫ് കെയർ ഒക്കെ. അപ്പൊ അത് എല്ലാവരും, ഇത് ഒരു ദിവസം എന്നല്ല, ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചെയ്യാൻ, ഇപ്പൊ ഒരു ദിവസം ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് മാറ്റി വെക്കാൻ പലവരുടെയും സാഹചര്യങ്ങൾ സമ്മതിക്കുന്നുണ്ടായില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 31 ദിവസമുള്ള മാസത്തില് അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എനിക്കറിയില്ല എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഈ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് മൂത്തും കയ്യിലും വായല്ല മുഖത്തും വാരി തേച്ചതിന് ശേഷവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനം എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക. അത് വാക്കുകൾക്ക് അപ്പുറമാണ് സുഹൃത്തുക്കളെ, വാക്കുകൾക്ക് അപ്പുറമാണ്. അങ്ങനെ നമ്മൾ 4ാമത്തെ പോയിന്റിലോട്ടേക്ക് കടന്നിരിക്കുകയാണ്. 4th പോയിന്റ് എന്ന് പറയുന്നത് കണക്ഷൻ ഡേ. അതെന്താ വെച്ചാലുണ്ടല്ലോ, ഇപ്പത്തെ എല്ലാവരും ഇറ്റ്സ് എ ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആണ് അല്ലെ, ഭയങ്കര ബിസിയാണ് എല്ലാവർക്കും, ഓട്ടമാണ്. അതുകൊണ്ട് ആരോട് സംസാരിക്കാൻ നേരെയില്ല, ബന്ധങ്ങള് നല്ലപോലെ നിലനിർത്താനൊന്നും ആർക്കും നേരെയില്ല. അങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് പേസിങ് വേൾഡില് നമ്മള് ഒരു ദിവസം നമ്മുടെ കുടുംബവും അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും കുടുംബവും ഒന്നാണല്ലേ, ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താം. നമ്മൾ പലപ്പോഴും ഈ പറയണത് പോലെ പല പല തിരക്കുകൾ, നമ്മുടെ മാത്രം തിരക്കില്ല, ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും തിരക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് സംസാരിക്കാൻ പോലും സമയമില്ല. ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ചാച്ചുന്നു, പിറ്റേ ദിവസം എഴുന്നേക്കുന്നു. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കിടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ കണ്ടെത്താം. ഇപ്പം ഫാമിലിന്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തിരക്കൊഴിഞ്ഞ്, അതായത് ഒരു ഹോളിഡേക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ദിവസം ഫാമിലിയുടെ കൂടെ നിങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ചുമ്മാ എവിടെയും പോകാനൊന്നും പറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാവരും കൂടെ ചുമ്മാ ഇരുന്നിട്ട് സംസാരിക്കുക, എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരെയൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുക, മെസ്സേജ് അയക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് പല പല യൂസസ് ആണ്. ഒന്നാമത് നമ്മളുടെ ബന്ധങ്ങളൊക്കെ ഒന്നും കൂടെ ഭയങ്കര സ്ട്രോങ് ആവും. ഇപ്പൊ കുറെ റീൽസ് ഒക്കെ കാണാറുണ്ട്, ചില ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഡെയിലി വിളിക്കാറില്ല, ഡെയിലി കാണാറില്ല. പക്ഷെ നമ്മൾ വൺസ് അവരെ കാണുമ്പോൾ ആ ഒരു സ്റ്റിൽ പണ്ടത്തെ ആ ഒരു വൈബ് അപ്പോഴും ഉണ്ടെന്നുണ്ട്. എനിക്കും അതുപോലത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മനസ്സിനോട് അടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെയാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ഏറ്റവും അടുത്താൽ എപ്പോഴും എന്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആൾക്കാരെ എപ്പോഴും ഡെയിലി ഞാൻ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അത് നമ്മളുടെ ഒരു സ്നേഹത്തിന്റെ സിമ്പിൾ ആയിരിക്കാം, നമ്മുടെ ബന്ധം ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളാണ് എന്നെഴുതിയിട്ട് അവരോടൊന്ന് ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവരായിട്ടുള്ള ബന്ധമൊക്കെ പോകുമെന്നൊന്നുമല്ല. പക്ഷെ നമ്മളുടെ ഒരു സ്നേഹത്തിന്റെ പ്രതി സിമ്പിൾ ആണല്ലോ ഇതൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്താം. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ ഫാമിലിയുടെ കൂടെയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ മാസത്തിൽ ഒരു ദിവസം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം. ഡെയിലി നമ്മൾ ഇവരുടെ കൂടെ ഒരു ദിവസം കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രത്തോളം നമ്മുടെ ബന്ധങ്ങളൊക്കെ വളരും. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇവരൊക്കെ ആയിട്ട് കൂടുതൽ സ്ട്രോങ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ സ്ട്രോങ് ആവുമ്പോൾ, ഫാമിലി ആയിട്ട് നമ്മളൊരു ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇവരൊക്കെ കാണും എന്നൊരു തോട്ടൊക്കെ നമുക്ക് വരും. അവരൊക്കെ ഉണ്ടാവുന്നല്ല, എന്നാലും അങ്ങനെയൊക്കെയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പയ്യെ എത്രയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ആണെന്നുണ്ടെങ്കിലും പയ്യെ അതിന്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ മാസത്തിൽ ഒരു ദിവസം നമ്മുടെ ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും മറക്കരുത്. ഈ പറയുന്ന പോലെ കല്യാണത്തിന് ശേഷം ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്നിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. ഈവൻ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് പോലും അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ആ ഗ്രൂപ്പ് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എവിടെയാണെന്ന് പോലും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ നമ്മളായിട്ടൊന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത്, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലത്തെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാങ്
ഇപ്പൊ അവരുടെ കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ നമ്മളുടെ ഫ്രണ്ടാണ്. പക്ഷെ ഈ പറയുന്ന പോലെ അത്ര വലിയ അടുപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് നോക്കി അവരുമായിട്ടൊന്ന് സംസാരിച്ച്, മാസത്തിൽ ഒരിക്കലാണെന്നുണ്ടെങ്കിലും അവരോട് കൂടെയൊക്കെ സംസാരിച്ചൊക്കെ നോക്കി നമ്മുടെ പ്രായം 10 മടങ്ങ് കുറയണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാലത്തിലോട്ടേക്ക് പോകും. പിന്നെ ഫാമിലി ആയിട്ട് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടായിരിക്കും എന്റെ വിശ്വാസം. അങ്ങനെ കണ്ടെത്താത്ത ആൾക്കാരെ ദിവസവും കുറച്ചു നേരം അവരുടെ കൂടെ സംസാരിക്കാൻ പറ്റുവെച്ച മാസത്തിൽ ഒരു ദിവസം ഈ പുറത്തൊക്കെ പോവുക. അതിന് പൈസ മുടക്കി ദൂരെയൊന്നും പോവണ്ട, തൊട്ടടുത്തുള്ള എവിടെയെങ്കിലൊക്കെ പോയാൽ മതി. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ബോറടിച്ച കാണുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് റിഫ്ലക്റ്റ് ആൻഡ് റീസെറ്റ്. ഇത് മാസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ അങ്ങ് ചൂസ് ചെയ്താൽ മതി. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ മന്ത്ലി ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, മാസം അവസാനം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് നമ്മൾ ആ മാസത്തെ ചെലവുകളും വരവുകളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കും. പിറ്റത്തെ മാസത്തെ നമുക്ക് എങ്ങനെ ചെലവുകൾ കുറയ്ക്കാം, നമ്മുടെ സേവിങ്സ് എങ്ങനെ കൂട്ടാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. സെയിം പോലെ തന്നെ നമ്മൾക്ക് എന്തായാലും ഈ ഒരു മാസം നമ്മൾ എന്തൊക്കെയാ ചെയ്തിരുന്നത്. ചില ആൾക്കാർക്ക് ഈ ഒരു മാസം അച്ചീവ് ചെയ്യേണ്ട സംഭവങ്ങള്, ഇന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കണമായിരുന്നു, അങ്ങനെയൊക്കെ മനസ്സിൽ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കൂലേ. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹം വരുത്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു അർത്ഥമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഭാവിയിൽ നമ്മൾക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ മുതൽ കുഞ്ഞു 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 സ്റ്റെപ്പ് വെച്ച് പോയാലാണല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ മാസം അവസാനം അവിടേക്കാട്ടിലും മുന്നേ കുറച്ച് നേരം കൂടി ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഒരു മാസം ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയോ, എനിക്ക് എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നത്, ഇനി എന്തൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്ലാൻ ചെയ്യുക. അടുത്ത മാസം എന്തെങ്കിലുമൊക്കെ ഈ മാസത്തിൽ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തിൽ അതൊക്കെ ചെയ്യുക. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. അല്ലെങ്കിൽ നമ്മൾ സീരിയസ്ലി ഒരു അർത്ഥമില്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു മറ്റേ ഇതിനനുസരിച്ചിട്ട് തുഴയണു എന്ന് പറയില്ലേ, എന്തിനനുസരിച്ചിട്ടാണ്, കാറ്റിനനുസരിച്ചിട്ടോ, അങ്ങനെയായി പോകും നമ്മള്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണം ഗോൾ അച്ചീവ് ചെയ്യാൻ. അതിന് സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ എപ്പോഴും ഇതൊന്നും നടക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയും താഴ്ചയും കടമുള്ള സാധനങ്ങൾ കണകൂണ, അത് ഞങ്ങളുടെ നാട്ടിൽ പ്രയോഗിക്കുന്ന ഒരു 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 സംഭവമാണ് കേട്ടോ അത്. അപ്പൊ കുറെ ആൾക്കാർക്ക് അതൊക്കെ പുതിയതായിട്ട് കേൾക്കണ പോലെ എനിക്ക് തോന്നി. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ നാട്ടിൽ ആ ഒരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലൊക്കെ യൂസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോ എന്താണ്, അങ്ങനെ നിങ്ങൾ ഒരു മാസം എനിക്ക് ചെയ്യാം. ഇത് യൂസ്ഫുൾ അല്ലേ? ഇതിൽ പലപ്പോഴും ഇതൊക്കെ വിട്ടുപോകുന്ന ആൾക്കാരല്ലേ കൂടുതലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ മാസം എന്തായാലും തീരാനായി. അടുത്ത മാസം നിങ്ങളൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ആ മാസം കഴിയുമ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പാക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.